ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 3ാമത്തെ പാഠഭാഗമായിട്ടുള്ള നിവർന്നു നിൽക്കാം എന്നുള്ള പാഠമാണ് കേട്ടോ. ഈ പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും അതുപോലെ തുടർ പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങളുടെ സ്കൂളിനടുത്തോ വീടിനടുത്തോ ഉള്ള ജലാശയങ്ങളിൽ പലതരം മത്സ്യങ്ങൾ ഉള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? നിങ്ങളുടെ വീട്ടിലോ സ്കൂളിലോ അക്വേറിയം ഉണ്ടാവുമല്ലോ. അതിലും വിവിധ വർണ്ണത്തിലുള്ള മത്സ്യങ്ങളുണ്ടല്ലോ. ഒരു ജലാശയത്തിന്റെ ചിത്രമാണ് താഴെ നൽകിയിരിക്കുന്നത്. എന്തു ഭംഗിയുള്ള മത്സ്യങ്ങളാണ് അതിലുള്ളതെന്ന് നോക്കൂ. ഇതിൽ കാണുന്ന ഓരോ മത്സ്യത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കൂ. നോക്കൂ മക്കളെ, പല നിറത്തിലും പല ആകൃതിയിലും പല വലിപ്പത്തിലും ഒക്കെ ഉള്ള മത്സ്യങ്ങൾ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? എല്ലാ മത്സ്യങ്ങളും ഒരുപോലെയാണോ? അല്ല. അവ എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ആകൃതിയിലും വലുപ്പത്തിലും നിറത്തിലൊക്കെ വ്യത്യാസമുണ്ട്. നമുക്കൊരു മത്സ്യത്തിന്റെ മാതൃക നിർമ്മിച്ചാലോ? അതിനായി എന്തെല്ലാം സാമഗ്രികൾ വേണം? നിങ്ങളുടെ ആശയം പങ്കുവയ്ക്കൂ. ഒരു തുണിക്കഷ്ണവും ഒരു ഈർക്കിളും ഉണ്ടെങ്കിൽ നമുക്ക് മത്സ്യത്തെ നിർമ്മിക്കാനായി സാധിക്കും. മത്സ്യത്തിന്റെ ആകൃതിയിൽ 2 തുണിക്കഷ്ണങ്ങൾ നിങ്ങളുടെ കൈപ്പത്തി വലുപ്പത്തിൽ മുറിച്ചെടുക്കൂ. ബട്ടൺസുകളോ മുത്തുകളോ ഉപയോഗിച്ച് ഇവയ്ക്ക് കണ്ണുകൾ ഒട്ടിച്ച് ഭംഗിയാക്കുമല്ലോ. നിങ്ങൾ നിർമ്മിച്ച ഈ മത്സ്യങ്ങളുടെ വാൽഭാഗത്ത് പിടിച്ച് അതിനെ നേരെ നിർത്താൻ ശ്രമിച്ചു നോക്കൂ. മത്സ്യം നേരെ നിൽക്കുന്നുണ്ടോ? ഇല്ല, നേരെ നിൽക്കുന്നില്ല. ഇനി പച്ച ഈർക്കിൽ ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്നത് പോലെ രൂപമുണ്ടാക്കിയെടുക്കുക. ഈർക്കിലുകൾ യോജിപ്പിക്കാൻ പശയോ നൂലോ ഉപയോഗിക്കാം. ഇതിന്റെ ഇരുപുറവും മത്സ്യത്തിന്റെ ആകൃതിയിൽ മുറിച്ചെടുത്ത തുണിക്കഷ്ണം ഒട്ടിക്കൂ. ഇപ്പോൾ ഭംഗിയുള്ളൊരു മത്സ്യത്തെ കിട്ടിയില്ലേ? ഇനി ഈ മത്സ്യത്തിന്റെ വാൽഭാഗത്ത് പിടിച്ച് അതിനെ നേരെ നിർത്താൻ ശ്രമിച്ചു നോക്കൂ. നേരെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ? നിങ്ങൾ ഉണ്ടാക്കിയ 2 മത്സ്യങ്ങളുടെയും വാൽഭാഗത്ത് പിടിച്ച് നേരെ നിർത്താൻ ശ്രമിച്ചപ്പോൾ അവയിൽ കണ്ടെത്തിയ പ്രത്യേകതകൾ താഴെ കാണുന്ന പട്ടികയിൽ എഴുതൂ. തുണിയിൽ നിർമ്മിച്ച മത്സ്യം വാൽഭാഗത്ത് പിടിച്ച് നേരെ നിർത്താൻ ശ്രമിച്ചപ്പോൾ നേരെ നിൽക്കുന്നില്ല. തുണിയും ഈർക്കിളും ഉപയോഗിച്ച് നിർമ്മിച്ച മത്സ്യം വാൽഭാഗത്ത് പിടിച്ച് നേരെ നിർത്താൻ ശ്രമിച്ചപ്പോൾ നേരെ നിൽക്കുന്നു. 2 നിർമ്മാണത്തിലും നിങ്ങൾ തുണിക്കഷ്ണങ്ങൾ ഉപയോഗിച്ചല്ലോ. പിന്നെ എന്തുകൊണ്ടായിരിക്കും രണ്ടാമതുണ്ടാക്കിയ മത്സ്യം മാത്രം നേരെ നിന്നത്? രണ്ടാമത് നിർമ്മിച്ച മത്സ്യത്തിൽ ഈർക്കിൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഇത് എന്തിനാണ്? രൂപം ലഭിക്കാൻ, നിവർന്നു നിൽക്കാൻ, ഉറപ്പ് ലഭിക്കാൻ. മത്സ്യത്തിനുള്ളിൽ. യഥാർത്ഥ മത്സ്യത്തെ നിങ്ങൾ നിരീക്ഷിച്ചിട്ടില്ലേ? നിങ്ങൾ മത്സ്യം കഴിക്കുമ്പോൾ അതിനുള്ളിൽ മീൻമുള്ള് കണ്ടിട്ടില്ലേ? ഇതിന് നിങ്ങൾ നിർമ്മിച്ച മത്സ്യത്തിന്റെ ഈർക്കിൾ കെട്ടിയതുപോലുള്ള ഭാഗവുമായി സാമ്യം കാണുന്നില്ലേ? ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കും. മത്സ്യങ്ങൾക്ക് മാത്രമാണോ ഇത്തരം ഭാഗമുള്ളത്? അല്ല. ഈ ചിക്കൻ എല്ലില്ലായിരുന്നെങ്കിൽ മുഴുവനും കഴിക്കാമായിരുന്നു എന്ന് അവിടെ ഒരു കുട്ടി പറയുന്നുണ്ടല്ലേ? കുട്ടി പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾ ചിക്കൻ കഴിക്കുമ്പോഴും ഇതുപോലെ കട്ടിയുള്ള എല്ല് ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാ ജീവികൾക്കും ഇത്തരം ഭാഗങ്ങൾ ഉണ്ടോ? ചിത്രങ്ങൾ നിരീക്ഷിച്ച് കണ്ടെത്തൂ. ഇവിടെ നമുക്കൊരു കോഴിയുടെ ചിത്രം തന്നിട്ടുണ്ട്. ആ കോഴിയുടെ ഇറച്ചിയും തൂവലും ഒക്കെ മാറിയിട്ട് എല്ല് മാത്രമായിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലേ? അതുപോലെ തന്നെയാണ് പല്ലിയുടേതും നമുക്ക് തന്നിട്ടുള്ളത്. പല്ലി ഇറച്ചിയൊന്നും ഇല്ലാതെ അസ്ഥിയായിട്ടുള്ള പല്ലി മാത്രമുള്ള ഒരു ചിത്രം അവിടെ തന്നിട്ടുണ്ട്. മറ്റു ജീവികൾക്കും ഇതുപോലുള്ള ഭാഗമുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇതാണ് അസ്ഥികൂടം. അസ്ഥികൂടം ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥികൂടം. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. വിവിധ ജീവികളുടെ അസ്ഥികൂടങ്ങളാണ് ഇവ. ഏതെല്ലാം ജീവികളുടെ അസ്ഥികൂടമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? എഴുതി നോക്കൂ. ആദ്യത്തേത് വവ്വാലാണ്, രണ്ടാമത്തേത് പശുവാണ്, മൂന്നാമത്തേത് മുതലയാണ്. അസ്ഥികൂടം നിരീക്ഷിച്ച് എങ്ങനെയാണ് ജീവിയെ തിരിച്ചറിഞ്ഞത്? ആകൃതി നോക്കിയിട്ടാണ് അല്ലേ? നിങ്ങൾ നിരീക്ഷിച്ച എല്ലാ ജീവികൾക്കും അസ്ഥികൂടമുണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ. അസ്ഥികൂടത്തിന് ഭാരമുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് പക്ഷികൾക്ക് പറക്കാൻ സാധിക്കുന്നത്? പക്ഷികളുടെ അസ്ഥികൂടം. പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്. അതിനാൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. ഇത് പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള ഒരു അനുകൂലനമാണ്. ചിത്രത്തിൽ കാണുന്ന പക്ഷിയെ അറിയാമോ? പെൻഗ്വിനാണ് അല്ലേ? പെൻഗ്വിന് പറക്കാൻ കഴിയില്ല. ചില പക്ഷികൾക്ക് പറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കണ്ടെത്തലുകൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം മക്കളെ? വലിയ ശരീരം, ഭാരമേറിയ എല്ലുകൾ, ചെറിയ ചിറകുകൾ എന്നിവ കാരണമാണ് ചില പക്ഷികൾക്ക് പറക്കാൻ സാധിക്കാത്തത്. പറക്കാൻ കഴിയാത്ത പക്ഷികൾ ഏതെല്ലാമാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി എഴുതൂ. പെൻഗ്വിൻ, ഒട്ടകപ്പക്ഷി, യമു, കിവി, കാസവരി ഇതിനൊന്നും പറക്കാനായിട്ട് സാധിക്കില്ല. അസ്ഥി നമ്മുടെ ശരീരത്തിനുള്ളിലും അസ്ഥികൾ ഉണ്ടല്ലോ. കൈകൾ, കാലുകൾ, വിരലുകൾ, തല തുടങ്ങി വിവിധ ശരീരഭാഗങ്ങളിൽ സ്പർശിച്ച് സ്വയം പരിശോധിക്കൂ. നമുക്ക് എല്ലുകൾ ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ? എല്ലാ അസ്ഥികളും ഒരുപോലെയാണോ? ഒരുപോലെയല്ല. നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം. മനുഷ്യ അസ്ഥികൂടം.
തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, കൈകാലുകളിലെ അസ്ഥി, ഇടുപ്പെല്ല് എന്നിവയെല്ലാം ചേർന്നതാണ് മനുഷ്യന്റെ അസ്ഥികൂടം. താഴെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ വായിച്ചും ചിത്രങ്ങൾ നിരീക്ഷിച്ചും മനുഷ്യ അസ്ഥികൂടത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കൂ. തലയോട്. ഈ ചിത്രം നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടല്ലേ? 22 അസ്ഥികൾ ചേർന്നതാണ് തലയോട്. ഇവയിൽ ഒരസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത്. അത് ഏതാണെന്ന് പറയാമോ? കീഴ്ത്താടിയെല്ലാണ് അത്. ഭക്ഷണം ചവക്കുമ്പോൾ ചലിക്കുന്ന അസ്ഥി ഏതാണെന്ന് പരിശോധിക്കൂ. തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന അവയവം ഏതാണെന്ന് എഴുതൂ. തലച്ചോറാണ് അല്ലെ. ഇതുകൂടാതെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്കും സംരക്ഷണം നൽകുന്നത് തലയോടാണ്. മസ്തിഷ്കത്തിന് സംഭവിക്കുന്ന ചെറിയ ക്ഷതങ്ങൾ പോലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവും എന്നറിയാമല്ലോ. എത്ര പ്രാധാന്യത്തോടെയാണ് ശരീരം മസ്തിഷ്കത്തെ സംരക്ഷിച്ചിരിക്കുന്നത് എന്ന് തലയോടിന്റെ ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. ഹെൽമറ്റ് ജീവന്റെ കവചം. പത്രവാർത്ത ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം. വാഹനം ഓടിക്കുന്നവരും കൂടെ യാത്ര ചെയ്യുന്നവരും ഹെൽമറ്റ് ധരിക്കുന്നുണ്ടെന്നും മോട്ടോർ വാഹന നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് നിർദ്ദേശം നൽകി. ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും നിർദ്ദേശിച്ചു. നിങ്ങൾ സ്കൂട്ടറിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ് ധരിക്കാറില്ലേ? ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ ഹെൽമറ്റ് ധരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് വിശദീകരിക്കാമോ? അപകടങ്ങളിൽ തലയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിനാൽ ഇരുചക്ര വാഹന യാത്രക്കാർ നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കണം. ഇത് ഗുരുതരമായ പരിക്കോ മരണമോ ഉണ്ടാകാനുള്ള സാധ്യത ഗണ്യമായി കുറക്കുന്നു. തലയോടിനെ കുറിച്ച് നമ്മൾ നോക്കിയില്ല മക്കളെ. ഇനി അടുത്തത് നട്ടെല്ലാണ്. നമ്മുടെ നട്ടെല്ല് എവിടെയാണ് കാണപ്പെടുന്നത്? നിങ്ങൾ സ്വയം പരിശോധിച്ച് നട്ടെല്ലിന്റെ സ്ഥാനം കണ്ടെത്തൂ. ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്. നട്ടെല്ലിന്റെ അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത്. 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. ഈ കശേരുക്കൾ എത്ര ക്രമമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത് എന്ന് ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. നാഡീവ്യൂഹത്തിന്റെ പ്രധാന ഭാഗമായ സുഷുമ്നാ നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിനുള്ളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണ് നട്ടെല്ല്. നട്ടെല്ലിന് കാര്യമായ ക്ഷതമേറ്റാൽ എഴുന്നേറ്റ് നടക്കാൻ പ്രയാസമാണ്. അടുത്തത് വാരിയെല്ലാണ്. വാരിയെല്ലുകളുടെ സ്ഥാനം എവിടെയാണ്? സ്വയം സ്പർശിച്ച് മനസ്സിലാക്കൂ. മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. വാരിയെല്ലുകൾ പിന്നിൽ നട്ടെല്ലിനോടും മുന്നിൽ മാറെല്ലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു. തലയോട്, നട്ടെല്ല്, വാരിയെല്ല് എന്നിവയെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. ആദ്യത്തെ ചോദ്യം, തലയോടിൽ എത്ര അസ്ഥികൾ കാണുന്നു? 22 ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, തലയോടിലെ അസ്ഥികളിൽ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി ഏതാണ്? കീഴ്ത്താടിയെല്ലാണ്. ചോദ്യം 3, നട്ടെല്ല് എത്ര കശേരുക്കൾ ചേർന്നതാണ്? 33 കശേരുക്കൾ ചേർന്നതാണ്. ചോദ്യം 4, സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം ഏതാണ്? നട്ടെല്ലാണ്. നട്ടെല്ലിന്റെ പ്രധാന ധർമ്മം എന്ത്? സുഷുമ്നാ നാഡിയെ സംരക്ഷിക്കുന്നു, നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നു. ഹൃദയം, ശ്വാസകോശം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ്? വാരിയെല്ലാണ്. തലയോടിനാൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രധാന അവയവങ്ങൾ ഏതൊക്കെയാണ്? തലച്ചോറ്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്. ഇനി ഇതുകൂടാതെ കൈകാലുകളിലെ അസ്ഥികളും ഉണ്ടായിട്ടുണ്ട്. നോക്കിക്കേ, മനുഷ്യ ശരീരത്തിലെ ഓരോ കൈയിലും എത്ര അസ്ഥികളുണ്ട്? മനുഷ്യന്റെ കൈയിലെ അസ്ഥികളുടെ ചിത്രം നിരീക്ഷിക്കൂ. മനുഷ്യന്റെ ഓരോ കൈയിലും 32 അസ്ഥികൾ വീതമാണ് ഉള്ളത്. 2 കാലിൽ നിൽക്കാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ടല്ലോ. കൈകളിലെ അസ്ഥികളെ അപേക്ഷിച്ച് കാലിലെ അസ്ഥികൾ കൂടുതൽ ബലമുള്ളവയാണ്. ഇതെന്തുകൊണ്ടായിരിക്കാം? നമ്മുടെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ കാലുകൾ താങ്ങുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ നിഗമനം ക്ലാസ്സിൽ പങ്കുവയ്ക്കൂ. മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ 31 അസ്ഥികളുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? തുടയെല്ലാണ് കേട്ടോ. തുടയിലെ അസ്ഥിയാണ് ഏറ്റവും നീളം കൂടിയ അസ്ഥി. നമ്മുടെ കാലുകളേക്കാൾ ചലനാത്മകത കൈകൾക്കുണ്ടോ? കൈകളും കാലുകളും ചലിപ്പിച്ച് കണ്ടെത്തൂ. നിങ്ങളുടെ സ്കൂൾ ലബോറട്ടറിയിലുള്ള അസ്ഥികൂടം നിരീക്ഷിച്ച് ശരീരത്തിന്റെ ഓരോ ഭാഗത്തും കാണുന്ന അസ്ഥികളെ തിരിച്ചറിയൂ. അസ്ഥികളും അവയുടെ പ്രത്യേകതകളും മനസ്സിലാക്കൂ. ജനന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം 300 അസ്ഥികൾ ഉണ്ടാകും. പ്രായപൂർത്തിയാകുന്നതോടെ ഇതിൽ പലതും യോജിച്ച് 206 ആയി കുറയുന്നു. മനുഷ്യ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും കാണുന്ന അസ്ഥികളുടെ എണ്ണം പട്ടികപ്പെടുത്തുക. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം കണക്കാക്കുക. പട്ടികയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ശരീരഭാഗം നട്ടെല്ല്, നട്ടെല്ലിലുള്ള അസ്ഥികളുടെ എണ്ണം 33. പിന്നെ മാറലിലുള്ള അസ്ഥികളുടെ എണ്ണം 1. പിന്നെ 2 കൈയിലും 2 കാലിലും കയ്യില് 64, അതായത് ഒരു കയ്യില് 32, അപ്പൊ 2 കയ്യിലും കൂടെ ആകുമ്പോൾ 64. ഒരു കാലില് 31, അതുകൊണ്ട് 2 കാലിലും കൂടെ 62. വാരിയെല്ല് 24, തലയോട്ടി 22,
ആകെ 206 എല്ലുകൾ. അസ്ഥികൂടത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയല്ലോ. അസ്ഥികൾ രക്താണുക്കളുടെ ഉൽപാദനവും ലവണങ്ങളുടെ സംഭരണവും നിർവഹിക്കുന്നുണ്ട്. അസ്ഥികളുടെ ധർമ്മങ്ങൾ ക്രോഡീകരിച്ച് ശാസ്ത്രപുസ്തകത്തിൽ എഴുതും. അസ്ഥികൂടം ശരീരത്തിന് ആകൃതി നൽകുന്നു. ശരീരത്തിന് ബലം നൽകുന്നത് അസ്ഥികളാണ്. അസ്ഥികൾ ചലനത്തിന് സഹായിക്കുന്നു. ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്നു. നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നു. തരുണാസ്ഥികൾ. നിങ്ങളുടെ ചെവി, മൂക്ക് എന്നീ ഭാഗങ്ങൾ പരിശോധിക്കൂ. ഇവയ്ക്ക് കൈകാലുകളിലെ അസ്ഥികളെ പോലെ ബലം തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇവ പിടിച്ചു വളയ്ക്കാൻ സാധിക്കുന്നില്ലേ? ഉണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സാധിക്കുന്നത്? ഏത് തരം അസ്ഥിയാണ് അവിടെയുള്ളത്? നമുക്ക് ചർച്ച ചെയ്യാം. അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരുണാസ്ഥികൾ. ഇവ എല്ലുകളേക്കാൾ മൃദുവാണ്. മനുഷ്യ ശരീരത്തിലും മറ്റു ജന്തു ശരീരങ്ങളിലും ഇത് കാണപ്പെടുന്നു. പ്രധാനമായും തരുണാസ്ഥികൾ ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുക്കൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. അസ്ഥിസന്ധികൾ. നമ്മുടെ കൈകാലുകളും വിരലുകളും അനായാസം മടക്കാനും നിവർത്താനും കഴിയുന്നില്ലേ? എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത്? മനുഷ്യന്റെ കൈപ്പത്തിയിലെ അസ്ഥികളുടെ ചിത്രവും കാർഡ്ബോർഡിൽ തയ്യാറാക്കിയ അതിന്റെ മാതൃകയുമാണ് ചിത്രം 1ലും 2ലും കൊടുത്തിട്ടുള്ളത്. ചിത്രങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കൈപ്പത്തിയുടെ ചലനവുമായി ബന്ധപ്പെടുത്തി രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തൂ. ചിത്രം 1 നമുക്ക് സ്വതന്ത്രമായി എങ്ങോട്ടേക്കും ചലിപ്പിക്കാം അല്ലെ? ചിത്രം 2ലോ നമുക്ക് വളയ്ക്കാനോ ചലിപ്പിക്കാനോ സാധിക്കുന്നില്ല, അത് പൊട്ടിപ്പോകുന്നുണ്ട്. നമ്മുടെ കൈപ്പത്തി രണ്ടാമത്തെ ചിത്രത്തിലേതുപോലെ ആയിരുന്നെങ്കിലോ? ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. വയറിങ്ങിന് ഉപയോഗിക്കുന്ന വണ്ണം കുറഞ്ഞ പൈപ്പ് ചിത്രം 3ൽ കാണുന്നത് പോലെ കൈവിരലുകളിൽ ധരിക്കൂ. ആ കൈ ഉപയോഗിച്ച് പേന എടുത്ത് പുസ്തകത്തിൽ എഴുതാൻ ശ്രമിക്കൂ. എഴുതാൻ കഴിയുന്നില്ല അല്ലേ? നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾ മുഴുവൻ ഒറ്റ അസ്ഥിയായിരുന്നെങ്കിലോ നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാവും? ഊഹിച്ചു നോക്കൂ. നമ്മുടെ അസ്ഥികളെ ചലിപ്പിക്കാൻ കഴിയുന്നത് അസ്ഥിസന്ധികൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരു അസ്ഥിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ചലിപ്പിക്കാനോ മറ്റ് കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനും സാധിക്കുമായിരുന്നില്ല അല്ലെ? അപ്പൊ അതിന് സഹായിക്കുന്ന അല്ലെങ്കിൽ ചലനത്തിന് സഹായിക്കുന്ന അസ്ഥികളെ ചലിക്കാൻ സഹായിക്കുന്ന സഹായിക്കുന്നത് അസ്ഥിസന്ധികളാണ്. അസ്ഥിസന്ധി. രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ അസ്ഥിസന്ധി എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികൾ ഉണ്ട്. അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയും കഴിയാത്തവയും ഉണ്ട്. ഒന്നാമത്തെ അസ്ഥിസന്ധിയാണ് വിജാഗിരി സന്ധി. കതക്, ജനൽ എന്നിവയിലെ വിജാഗിരി പോലെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ഇത്തരം സന്ധികളാണ് വിജാഗിരി സന്ധികൾ. പട്ടിക പൂർത്തീകരിച്ച് വിജാഗിരി സന്ധി കാണപ്പെടുന്ന ഭാഗങ്ങളും അതിന്റെ പ്രത്യേകതകളും ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തും. വിജാഗിരി സന്ധി ശരീരഭാഗം കാണപ്പെടുന്ന ശരീരഭാഗം എവിടെയാണ്? കൈമുട്ട്, കാൽമുട്ട്. അതിന്റെ പ്രത്യേകത എന്താണ്? വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. നമുക്ക് വിജാഗിരി സന്ധിയുടെ ഒരു മാതൃക ഉണ്ടാക്കിയാലോ? അതിനായി ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. താഴെ കൊടുത്ത ചിത്രങ്ങളും വിവരണങ്ങളും നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം. വിജാഗിരി ഉണ്ടാക്കാനായി ചിത്രത്തിൽ കാണുന്നത് പോലെ കാർഡ്ബോർഡിലോ മൾട്ടിവുഡിലോ കൈയുടെ ഭാഗങ്ങളുടെ രൂപങ്ങൾ വെവ്വേറെ വെട്ടിയെടുക്കുക. ഈ രണ്ടു ഭാഗങ്ങളെയും ബന്ധിപ്പിക്കാം. എങ്ങനെ ബന്ധിപ്പിക്കണം? വിജാഗിരി ഉപയോഗിച്ച് ഇവയെ ബന്ധിപ്പിച്ച് ചലനം സാധ്യമാകുന്നത് എങ്ങനെയെന്ന് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. കൈമുട്ടിന്റെ ചലനവും ഈ കൈരൂപത്തിന്റെ ചലനവും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് അല്ലെങ്കിൽ സാമ്യങ്ങളുണ്ട്? വാതിൽ, ജനൽ തുടങ്ങിയവയിലെ വിജാഗിരി പോലെ ഈ അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ കഴിയൂ. അടുത്ത അസ്ഥിസന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. കൈമുട്ട്, കാൽമുട്ട് എന്നിവയുടെ ചലനം പോലെയാണോ തോളെല്ലിന്റെ ചലനം? കൈകൾ വശങ്ങളിലേക്ക് നീട്ടി ചലിപ്പിച്ചു നോക്കൂ. തോളെല്ലിലെ സന്ധി എല്ലാ വശത്തേക്കും ചലിപ്പിക്കാൻ സാധിക്കുന്നില്ലേ? ഉണ്ട് അല്ലെ? തിരിയുന്നത് പോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ശ്രമിച്ചു നോക്കൂ. ഇത് സാധ്യമാകുന്നത് എങ്ങനെയായിരിക്കും? നമുക്കവിടെ തോളെല്ലിന്റെയും ഇടുപ്പെല്ലിന്റെയും അവയ്ക്കിടകളിലുള്ള സന്ധികളുടെയും പിന്നെ അതുപോലെ കൈയിലെ അസ്ഥിയുടെയും തുടയെല്ലിന്റെയും ഒക്കെ ചിത്രം അവിടെ തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം അഥവാ ബോൾ മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ അഥവാ സോക്കറ്റിൽ തിരിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാൽ ഇതിനെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് പറയുന്നു. തോള്, ഇടുപ്പ് എന്നീ ഭാഗങ്ങളിലാണ് ഈ അസ്ഥിസന്ധി കാണപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കാണപ്പെടുന്ന ഭാഗങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കാണപ്പെടുന്ന ശരീരഭാഗം തോള്, ഇടുപ്പ് തുടങ്ങിയവയാണ്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളവയാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. ഇതാണ് പ്രത്യേകതകൾ. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയുടെ മാതൃക നിർമ്മിക്കാം. അതിനായി നൽകിയിരിക്കുന്ന സാമഗ്രികൾ പ്രയോജനപ്പെടുത്തുക. സാമഗ്രികൾ ഐസ്ക്രീം ബോൾ 2 എണ്ണം, ഒന്ന് വലുത് ഒന്ന് ചെറുത്, പിന്നെ മരസ്കെയിൽ 2 എണ്ണം, നട്ട് ആൻഡ് ബോൾട്ട് 2 വീതം. ചെറിയ ഐസ്ക്രീം ബോൾ ഉള്ളിൽ കുടുങ്ങി നിൽക്കും വിധം വലിയ ഐസ്ക്രീം ബോളിൽ നിന്ന് കുറച്ചു ഭാഗം മുറിച്ചു കളയുക. 2 ഐസ്ക്രീം ബോളുകളും ചിത്രത്തിൽ കാണുന്നത് പോലെ മരസ്കെയിലുകളുടെ നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ഉറപ്പിക്കുക.
വലിയ ഐസ്ക്രീം ബോൾ ഉറപ്പിച്ച മരസ്കെയിലിൽ പിടിച്ച് ചെറിയ ബോൾ ഉറപ്പിച്ച മരസ്കെയിൽ ചലിപ്പിച്ചു നോക്കൂ. തോൾ ഭാഗത്തെ ചലനവുമായി ഇതിന് സാമ്യമുള്ളതായിട്ട് കാണാം. അടുത്ത അസ്ഥിസന്ധിയാണ് പിവട്ട് സന്ധി. കഴുത്തിലെ അസ്ഥിസന്ധിയുടെ പ്രത്യേകത എന്താണ്? ചലിപ്പിച്ചു നോക്കൂ. കഴുത്ത് മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ടല്ലേ? എത്രമാത്രം തിരിക്കാൻ കഴിയുന്നുണ്ട്? ഇത്തരം അസ്ഥിസന്ധിയാണ് പിവട്ട് സന്ധി. പിവട്ട് സന്ധി കാണപ്പെടുന്ന ശരീരഭാഗം, അതിന്റെ പ്രത്യേകത എന്നിവ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. പിവട്ട് സന്ധിയുള്ള ശരീരഭാഗം കഴുത്താണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു അസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കുമായി തിരിയുന്നു. കൂട്ടുകാരുമായി ചേർന്ന് പിവട്ട് സന്ധിയുടെ മാതൃക ഉണ്ടാക്കാം. അതിന് വേണ്ടത് എന്താണ്? പിവട്ട് സന്ധിയുടെ മാതൃക ഉണ്ടാക്കാനായി ചിത്രത്തിൽ കാണുന്നത് പോലെ പൗഡർ ടിന്ന് എടുക്കുക. ഇത്തരം പൗഡർ ടിന്നിന്റെ അടപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അടപ്പ് ചലിക്കുന്നത്? നമ്മുടെ കഴുത്തിന്റെ ചലനവുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ? പൗഡർ ടിന്നിൽ പാവയുടെ തല ഉറപ്പിച്ച് പിവട്ട് സന്ധിയുടെ മാതൃക നിർമ്മിക്കൂ. നമ്മുടെ കഴുത്ത് വശങ്ങളിലേക്ക് തിരിക്കുന്നത് പോലെ പാവയുടെ കഴുത്തും തിരിക്കാൻ കഴിയുന്നുണ്ടാവും അല്ലേ? നമ്മുടെ ശരീരത്തിൽ കാണുന്ന 3 തരം അസ്ഥിസന്ധികളും അവയുടെ പ്രത്യേകതകളും പട്ടികപ്പെടുത്തി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. ആദ്യത്തേത് വിജാഗിരി സന്ധിയാണ്. അത് കാണപ്പെടുന്നത് കൈമുട്ട്, കാൽമുട്ട് എന്നീ ശരീരഭാഗങ്ങളിലാണ്. അതിന്റെ പ്രത്യേകത വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ അസ്ഥിസന്ധി ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ്. അത് തോള്, ഇടുപ്പ് തുടങ്ങിയ ഭാഗത്താണ് കാണപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളവയാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. മൂന്നാമത്തെ അസ്ഥിസന്ധി പിവട്ട് സന്ധിയാണ്. അത് കാണപ്പെടുന്നത് കഴുത്തിലാണ്. ഒരു അസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി എന്താണ് അസ്ഥിഭംഗം എന്ന് നോക്കാം. ചിത്രം നോക്കൂ. കുട്ടിയുടെ വലത് കൈ ശ്രദ്ധിക്കൂ. എന്താണ് പറ്റിയത്? ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിവെക്കേണ്ടി വരുന്നത്? ആ കുട്ടിയുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട് അല്ലേ? ചിത്രത്തിൽ കാണുന്നത് പോലുള്ള എക്സ്റേ ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏത് ഭാഗത്തിന്റെ ചിത്രമാണ് ഷീറ്റിൽ കാണുന്നത്? ചിത്രത്തിൽ കാണുന്ന അസ്ഥിക്ക് ഒടിവോ പൊട്ടലോ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? അവിടെ ചുവന്ന അടയാളത്തിൽ കാണിച്ചിരിക്കുന്ന നോക്കൂ, പൊട്ടലാണ് അല്ലെ? അസ്ഥിഭംഗം. അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും അസ്ഥിഭംഗം എന്ന് പറയുന്നു. അസ്ഥിഭംഗം 3 തരത്തിൽ സംഭവിക്കാം. അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന അസ്ഥിഭംഗമാണ് ലഘുഭംഗം. അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗമാണ് വിഷമഭംഗം. ഇതിൽ അസ്ഥിഭംഗത്തോടൊപ്പം പുറമേക്ക് മുറിവും ഉണ്ടായിരിക്കും. ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് സങ്കീർണഭംഗം. ഇത്തരം സന്ദർഭങ്ങളിൽ അസ്ഥി ഒടിഞ്ഞ് ആന്തരാവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നു. വിവിധ തരം അസ്ഥിഭംഗങ്ങളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ സംഭവിക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങൾ ചർച്ച ചെയ്യൂ. അസ്ഥിഭംഗം 3 തരത്തിൽ സംഭവിക്കാം. അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥിക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന അസ്ഥിഭംഗമാണ് ലഘുഭംഗം. അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗമാണ് വിഷമഭംഗം. ഇതിൽ അസ്ഥിഭംഗത്തോടൊപ്പം പുറമേക്ക് മുറിവും ഉണ്ടായിരിക്കും. ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് സങ്കീർണഭംഗം. ഇത്തരം സന്ദർഭങ്ങളിൽ അസ്ഥി ഒടിഞ്ഞ് ആന്തരാവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നു. ഇനി അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവാൻ സാധ്യതയുള്ള സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ, ഓട്ടത്തിലോ ചാട്ടത്തിലോ വീഴുമ്പോൾ, ആക്സിഡന്റുകൾ സംഭവിക്കുമ്പോൾ, ഈ സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് ഇതിനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഇനി എക്സ്റേ എന്താണെന്ന് നോക്കാം. 1895 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹെം കോൺറാഡ് റോൺട്ജൻ ആണ് എക്സ്റേ കണ്ടെത്തിയത്. മനുഷ്യന്റെ കൈകളിലെ അസ്ഥികളുടെ ഫോട്ടോഗ്രാഫിക് ചിത്രം എക്സ്റേ ഉപയോഗിച്ചെടുത്തത് റോൺട്ജൻ ആണ്. മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണ് എക്സ്റേ. അസ്ഥിഭംഗം സംഭവിച്ചിട്ടുണ്ടെന്ന് എങ്ങനെയെല്ലാമാണ് മനസ്സിലാക്കുന്നത്? പരിക്കേറ്റ ഭാഗത്ത് വേദന, പരിക്കേറ്റ ഭാഗം അനക്കാൻ പ്രയാസം, സമാന ഭാഗങ്ങളുമായുള്ള വ്യത്യാസം, ഇക്കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ പ്രഥമ ശുശ്രൂഷ നൽകണം. ഇനി എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പ്രഥമ ശുശ്രൂഷ നൽകേണ്ടതെന്ന് നോക്കാം. അസ്ഥിഭംഗം സംഭവിച്ച ഒരാൾക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകുക? പരിക്കേറ്റ ഭാഗത്ത് അനക്കം തട്ടിയാൽ എന്ത് സംഭവിക്കും? എങ്ങനെയാണ് അനക്കാതെ നിർത്തുക? നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കുക. പരിക്കേറ്റ ഭാഗം ചലിപ്പിക്കാതെ സൂക്ഷിക്കണം. അതിനായി പരിക്കേറ്റ ഭാഗം സ്പ്ലിന്റ് ഉപയോഗിച്ച് കെട്ടാം. മരം, ലോഹം, പ്ലാസ്റ്റിക് എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപലക കൊണ്ട് സ്പ്ലിന്റ് ഉണ്ടാക്കാം. പരിക്കേറ്റ ഭാഗം ചലിപ്പിച്ചു നോക്കരുത്. അസ്ഥിഭംഗം സംഭവിച്ച ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം. നമുക്ക് അവിടെ എങ്ങനെയാണ് സ്പ്ലിന്റ് ഉപയോഗിച്ച് കെട്ടുന്നത് എന്നുള്ള ചിത്രവും തന്നിട്ടുണ്ട്. ഇനി താഴെ പറയുന്ന സന്ദർഭം ഗ്രൂപ്പ് പ്രവർത്തനമായി ക്ലാസ്സിൽ അഭിനയിക്കൂ. കളിക്കുന്നതിനിടെ വീഴുന്ന കുട്ടി, കാലിൽ നല്ല വേദന, അസ്ഥിഭംഗം പരിശോധന, പ്രഥമ ശുശ്രൂഷ നൽകലും ആശുപത്രിയിൽ എത്തിക്കലും. നിങ്ങൾക്ക് ഗ്രൂപ്പുകളായിട്ട് അഭിനയിച്ച് കാണിക്കാം. അവതരണങ്ങൾ ഗ്രൂപ്പുകൾ പരസ്പരം വിലയിരുത്തുക. ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കൂ. എല്ലിന് പൊട്ടലുണ്ട്, കമ്പി ഇടണം. എന്തിനാണ് പൊട്ടലുള്ള എല്ലിന് കമ്പി ഇടുന്നത്? അസ്ഥിഭംഗം വന്ന ഭാഗം ശരിയായി ചേർത്ത് വെച്ച് ലോഹക്കമ്പികൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാറുണ്ട്.
അസ്ഥികൾ ഇളകാതെ നിൽക്കുന്നതിനും വേഗം കൂടിച്ചേരുന്നതിനും ഇത് സഹായകമാണ്. മുട്ടുമാറ്റിവെക്കൽ. ശരീരഭാരം കൂടുന്നതും അസ്ഥികളിൽ കാൽസ്യം കുറയുന്നതും കാൽമുട്ടിന് തേയ്മാന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രായം കൂടുന്തോറും കാൽമുട്ട് വേദന വരും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അസുഖമുള്ളതോ തേയ്മാനം വന്നതോ ആയ കാൽമുട്ടിലെ അസ്ഥികൾ നീക്കം ചെയ്യുകയും പകരം സെറാമിക്, ലോഹം, പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്ന കൃത്രിമ കാൽമുട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് മുട്ടുമാറ്റിവെക്കൽ. ഇത് 20 വർഷം വരെ ഫലപ്രദമായി പ്രവർത്തിക്കും. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതിയ കാൽമുട്ടിൽ ചെറിയ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. മരുന്നുകൾ ഉപയോഗിച്ചും ഫിസിയോതെറാപ്പിയിലൂടെയും ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. അസ്ഥികളുടെ ആരോഗ്യത്തിന്. ആഹാരം ആരോഗ്യത്തിന് എന്ന പാഠഭാഗത്തിൽ പോഷക ഘടകങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ധാതുക്കൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ ഡി വേണം, പിന്നെ കാൽസ്യം വേണം അല്ലെ. ഇവ ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കും? ചർച്ച ചെയ്യൂ. എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങളും അവയടങ്ങിയ ആഹാരവും പട്ടികപ്പെടുത്തൂ. ആദ്യത്തേത് വിറ്റാമിൻ ഡി ആണ്. അതിന് വേണ്ട ആഹാര പദാർത്ഥങ്ങൾ മുട്ട, പാല്, ഇലക്കറികൾ, മത്സ്യം. പിന്നെ കാൽസ്യമാണ്. അതിന് വേണ്ടവ മത്സ്യം, മുട്ട, പാല്, കൂണ് തുടങ്ങിയവയ്ക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സ്കൂളിൽ പാലും മുട്ടയും തരുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അത് നിങ്ങളുടെ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. ഇനി ചെവിക്കുള്ളിലും അസ്ഥികളുണ്ട്. നോക്കിക്കേ, നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്. അതിൽ മധ്യകർണത്തിൽ 3 ചെറിയ അസ്ഥികളുണ്ട്. ഇവയാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഇവയ്ക്ക് കമ്പനം ചെയ്യാൻ കഴിവുണ്ട്. അതായത് ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ ഇളക്കം, അതിനുള്ള കഴിവുണ്ട്. ഇവയുടെ കമ്പനം മൂലമാണ് നാം ശബ്ദം കേൾക്കുന്നത്. ഇവ കമ്പനം ചെയ്യുമ്പോൾ ബാഹ്യകർണത്തിൽ നിന്ന് ആന്തരകർണത്തിലേക്ക് ശബ്ദം കൈമാറ്റം ചെയ്യപ്പെടുന്നു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ഏറ്റവും വലുത് തുടയെല്ലാണ്. അസ്ഥികൂടം പുറത്തും. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ആന്തരിക അസ്ഥികൂടമുള്ള ജീവികളെ കുറിച്ചാണല്ലോ, അതായത് ശരീരത്തിനകത്ത് അസ്ഥികൂടമുള്ള ജീവികൾ. അസ്ഥികൂടം ശരീരത്തിന് പുറത്ത് കാണുന്ന ജീവികളുണ്ടോ? ചിത്രത്തിൽ കാണുന്ന ജീവി ഏതാണ്? ഒച്ച് അല്ലെ. അതിന്റെ അസ്ഥികൂടം പുറത്താണ് ഉള്ളത്. താഴെ നൽകിയിരിക്കുന്ന ജീവികളെ നിരീക്ഷിക്കൂ. ഇവയ്ക്ക് അസ്ഥികൂടമുണ്ടോ? ഇവയുടെ അസ്ഥികൂടം എവിടെയാണ് കാണപ്പെടുന്നത്? ഇവയുടെ പേര് കണ്ടെത്തി എഴുതണം. അപ്പോൾ ഈ താഴെ കാണിച്ചിട്ടുള്ള ജീവികൾക്കെല്ലാം പുറത്താണ് അസ്ഥികൂടം ഉള്ളത്, ശരീരത്തിന് പുറത്ത്, അഥവാ ബാഹ്യ അസ്ഥികൂടമാണ് ഉള്ളത്. ഏതൊക്കെയാണ് ജീവികള്? വണ്ട്, ചെമ്മീന്, പാറ്റ, പഴുതാര, ഞണ്ട്, ഒച്ച് തുടങ്ങിയവയാണ്. പുറന്തോടുകൾ എങ്ങനെയാണ് ഈ ജീവികൾക്ക് പ്രയോജനകരമാകുന്നത്? ശരീരത്തെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും പുറന്തോടുകൾ സഹായിക്കുന്നു. ബാഹ്യ അസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും. ഒച്ച്, ചിലതരം വണ്ടുകൾ, ചിപ്പി, ഞണ്ട് തുടങ്ങിയ ജീവികൾക്ക് കട്ടി കൂടിയ പുറന്തോടുണ്ട്. പഴുതാര, തേരട്ട, പാറ്റ, കൊഞ്ച് തുടങ്ങിയ ജീവികൾക്ക് താരതമ്യേന കട്ടി കുറഞ്ഞ പുറന്തോടാണ് ഉള്ളത്. ശരീരത്തിന് പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ ബാഹ്യാസ്ഥികൂടം എന്ന് പറയുന്നു. പൂച്ച, തവള, എലി, പശു, മനുഷ്യൻ തുടങ്ങിയ ജീവികൾക്ക് ശരീരത്തിനകത്താണ് അസ്ഥികൂടം. ഇത് ആന്തരാസ്ഥികൂടമാണ്. ഒരു ജീവിയിൽ തന്നെ ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും കാണപ്പെടുമോ? മുതല, ആമ എന്നീ ജീവികളിൽ ഏതുതരം അസ്ഥികൂടമാണ് കാണപ്പെടുന്നത്? ഊഹിച്ചു പറയൂ. മുതല, ആമ, ചീങ്കണ്ണി തുടങ്ങിയ ജീവികളിൽ ശരീരത്തിനകത്തും പുറത്തും അസ്ഥികൂടമുണ്ട്. നിങ്ങൾക്ക് പരിചിതമായ ജീവികളെ ആന്തരാസ്ഥികൂടമുള്ളവ, ബാഹ്യാസ്ഥികൂടമുള്ളവ, ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടവുമുള്ളവ എന്നിങ്ങനെ തരംതിരിക്കൂ. ആന്തരാസ്ഥികൂടമുള്ളവയ്ക്ക് ഉദാഹരണങ്ങളാണ് മനുഷ്യൻ, പൂച്ച, എലി, മത്സ്യം, പാമ്പ്, പക്ഷി, തവള തുടങ്ങിയവ. ബാഹ്യാസ്ഥികൂടമുള്ളവയ്ക്ക് ഉദാഹരണങ്ങളാണ് ചിപ്പി, ഞണ്ട്, തേരട്ട, പഴുതാര, പാറ്റ, ചെമ്മീൻ, ഒച്ച്, വണ്ട് മുതലായവ. ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടവുമുള്ളവയ്ക്ക് ഉദാഹരണങ്ങളാണ് മുതല, ചീങ്കണ്ണി, ആമ തുടങ്ങിയവ. ബാഹ്യാസ്ഥികൂടം. നട്ടെല്ലില്ലാത്ത മിക്ക ജീവികൾക്കും ബാഹ്യാസ്ഥികൂടമാണ് ഉള്ളത്. ബാഹ്യാസ്ഥികൂടമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതലുള്ളത് പ്രാണികളാണ്. ബാഹ്യാസ്ഥികൂടം കാലക്രമേണ പൊളിച്ചു കളയപ്പെട്ടേക്കാം. ആന്തരാസ്ഥികൂടമുള്ള ജീവികളിൽ ബാഹ്യാസ്ഥികൂടത്തിന് സമാനമായ ചില ഭാഗങ്ങളുണ്ട്. മത്സ്യങ്ങളുടെയും ഉരഗങ്ങളുടെയും ചെതുമ്പലുകൾ, പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, നഖം, കൊമ്പ്, കുളമ്പ് എന്നിവ ഉദാഹരണങ്ങളാണ്. ബാഹ്യാസ്ഥികൂട വിസ്മയങ്ങൾ ഒരുക്കാം. താഴെ കൊടുത്ത ചിത്രങ്ങൾ നോക്കൂ. ഇത്തരം കരകൗശല വസ്തുക്കൾ കണ്ടിട്ടില്ലേ? ഇവയെല്ലാം ജീവഹാനി വന്ന പലതരം ജീവികളുടെ ബാഹ്യാസ്ഥികൂടം ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ്. നിങ്ങളുടെ ചുറ്റുപാടും ലഭ്യമാകുന്ന ഇത്തരത്തിലുള്ള ചിപ്പി, കക്ക, ശംഖ് തുടങ്ങിയ ബാഹ്യാസ്ഥികൂടങ്ങൾ ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് വീട്ടിലും ക്ലാസ്സിലും പ്രദർശിപ്പിക്കൂ. ഇനി നമുക്ക് വിലയിരുത്താം ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ചോദ്യം 1. താഴെ കൊടുത്തവയിൽ അസ്ഥികൂടത്തിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? ആകൃതി നൽകുന്നു, ഉറപ്പ് നൽകുന്നു, സംരക്ഷണം നൽകുന്നു, ഊർജം നൽകുന്നു. ഊർജം നൽകുന്നതാണ് ഇതിൽ തെറ്റായുള്ള ധർമ്മം. ശരിയായവ തമ്മിൽ വരച്ചു യോജിപ്പിക്കുക. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി, വിജാഗിരി സന്ധി, പിവട്ട് സന്ധി. തന്നിട്ടുള്ള ധർമ്മങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ: ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുവശത്തേക്കും തിരിയുന്നു. ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു.
ഇപ്പോൾ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി ഏതാണ് മക്കളെ? ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു എന്നതാണ് അല്ലേ. വിജാഗിരി സന്ധി ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. പിവട്ട് സന്ധി ഒരസ്ഥി മറ്റൊന്നിൽ ഇരുവശത്തേക്കും തിരിയുന്നു. ചോദ്യം 3. അസ്ഥികളുടെ ആരോഗ്യത്തിന് ഏതെല്ലാം ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? മുട്ട, പാല്, മത്സ്യം, ഇലക്കറികൾ തുടങ്ങിയവ ഉൾപ്പെടുത്താം. ചോദ്യം 4. ഫുട്ബോൾ കളിക്കിടയിൽ നിങ്ങളുടെ കൂട്ടുകാരൻ വീണ് കൈക്ക് ഒടിവ് പറ്റി. നിങ്ങൾ എന്ത് പ്രഥമ ശുശ്രൂഷ നൽകും? പരിക്കേറ്റ ഭാഗം ചലിപ്പിക്കാതെ സൂക്ഷിക്കണം. അതിനായി പരിക്കേറ്റ ഭാഗം സ്പ്ലിന്റ് ഉപയോഗിച്ച് കെട്ടുന്നു. പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ഉടനെ ആശുപത്രിയിൽ എത്തിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് നിവർന്നു നിൽക്കാം എന്നുള്ള ഈ ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ള വർക്കുകൾ. പാഠഭാഗവും അതിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്